മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹ എന്നാൽ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായിട്ട് ഈശോ അയക്കുന്നതാണത്. അയക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ ഈശോ അവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും വേണ്ട. എന്ത് യാത്രയാണത്? നമ്മളൊരു ടൂറിനൊക്കെ പോകുമ്പോൾ തലേ ദിവസം തന്നെ നമ്മുടെ ബാഗൊക്കെ നമ്മൾ ഒരുക്കി വയ്ക്കും. ഇനി വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ പ്രത്യേക വസ്ത്രം, കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സ്, അതുപോലെ തന്നെ നമ്മുടെ അപ്പനോടും അമ്മയോടൊക്കെ ചോദിച്ച് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് കുറച്ച് പൈസയൊക്കെ നമ്മൾ കരുതും. പക്ഷേ ഈശോ അവരോട് പറയുകയാണ്, അപ്പം വേണ്ട. ഇനി നിങ്ങൾക്ക് അപ്പം വാങ്ങിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള പൈസയും വേണ്ട. ശിഷ്യന്മാരെ കാത്തിരിക്കുന്ന 2 സാധ്യതകൾ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും, അവരെ പോലെ നിങ്ങളുമാകണം. മറ്റൊന്ന്, നിങ്ങളെ കാത്തിരിക്കുന്ന കയ്പേറിയ ചില അനുഭവങ്ങൾ, ചില വ്യക്തികളൊക്കെ ഉണ്ടാവും. അത്തരം തിക്ത അനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ യാത്ര അവസാനിപ്പിക്കാനല്ല, പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോകാനാണ് ഈശോ അവരോട് ആവശ്യപ്പെടുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഇതാ, ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടൊത്ത് അകത്ത് പ്രവേശിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഈ വചനത്തെ ആസ്പദമാക്കി 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ചിത്രകാരനായ വില്യം ഹോൾമാൻ ഹണ്ട് വരച്ച മനോഹരമായൊരു ചിത്രമാണ് ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഈ ചിത്രത്തിൽ റാന്തലുമായിട്ട് വാതിലിന് മുന്നിൽ മുട്ടുന്ന ഈശോയെ കാണാനായിട്ട് നമുക്ക് പറ്റും. ഈ വാതിലിൻ്റെ പ്രത്യേകത, അതിന് പുറത്ത് പുട്ടുകളില്ല, അകത്തു നിന്ന് മാത്രമേ അത് തുറക്കാനായിട്ട് സാധിക്കൂ. നമ്മുടെ തിക്താനുഭവങ്ങളിൽ ഈശോയെ മാറ്റി നിർത്തുന്നവരാണോ, അതോ ഈശോയെ നമ്മൾ അകത്തേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് തയ്യാറുള്ളവരാണോ എന്ന് നമുക്കൊന്ന് ആത്മവിചിന്തനം ചെയ്യാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ്: അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അല്ലാതെ കുറേ നാളത്തേക്കുള്ള ആഹാരം തരണമെന്ന് അല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അയക്കപ്പെടുന്നവൻ്റെ വടിയും സഞ്ചിയും അപ്പവും പണവും അയക്കുന്നവൻ തന്നെയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 27-ാം അധ്യായത്തിൽ 1-ാം വചനത്തിൽ നമ്മൾ പറയുന്നത്: കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ പ്രത്യേകത എന്താണെന്ന് മനോഹരമായ ഒരു ഉപമയിലൂടെ പറഞ്ഞു തരുന്നത് ജെറമിയ പ്രവാചകനാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായം 7-8 വചനങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേനൽക്കാലം ഉണ്ടാകും എന്നു തന്നെയാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പരീക്ഷയ്ക്കൊക്കെ നിരന്തരം ഉണ്ടാകുന്ന ചില തോൽവികൾ, ചില കടബാധ്യതകൾ, നിരന്തരം അലട്ടുന്ന ചില രോഗങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ തുടങ്ങിയ വേനൽക്കാലത്തിലൂടെയോ വരൾച്ചയിലൂടെയോ കടന്നു പോകുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും ദൈവം തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തിനാണ് ദൈവം ഇത്തരത്തിലുള്ള ചില വേനൽ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? അത് വിശുദ്ധ യോന പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം യോനയെ അയക്കുന്നത് നിനവയിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പറയാനാണ്. പക്ഷെ യോന പോകുന്നതാകട്ടെ താർഷിഷിലേക്കാണ്. അതുകൊണ്ട് തന്നെ ചില കയ്പേറിയ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അവസാനം അവൻ നിനവയുടെ തീരത്ത് തന്നെ വന്നു ചേരുന്നുണ്ട്. അവിടെ ദൈവജനത്തോട് ദൈവത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ വചനം അവൻ പറയുകയാണ്. ആളുകൾ ഇതെല്ലാം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവം ആ നഗരത്തിന് മേൽ വെച്ചിരുന്ന വലിയ ശിക്ഷ ഒഴിവാക്കുകയാണ്. ഇതിൽ യോന കുപിതനാവുകയാണ്. അവൻ ദൈവവുമായി തർക്കിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ താർശിഷിലേക്ക് പോയത്. നീ വാക്കുമാറ്റുമെന്ന് എനിക്കറിയാം, നിനക്ക് അവരെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ്. കുപിതനായി യോന ഒരു കൂടാരം ഉണ്ടാക്കി അതിൽ താമസിക്കുകയാണ്. ദൈവം പിറ്റേ ദിവസം
ഒരു സസ്യത്തെ, ഒരു ചെടിയെ മുളപ്പിക്കുകയാണ്. അത് അവന് ആശ്വാസം നൽകുകയാണ്, തണലേകുകയാണ്. പിറ്റേന്ന് ദൈവം ഒരു പുഴുവിനെ അയച്ച് ആ ചെടിയെ നശിപ്പിക്കുകയാണ്. യോന ഇതിൽ കുപിതനാവുകയാണ്. അതിനു പോരാത്തതിന് ദൈവം അത്യുഗ്രത്തിലുള്ള കൊടുങ്കാറ്റ്, ഉഷ്ണക്കാറ്റയച്ച് യോനായുടെ പരിസരങ്ങളെ ചൂടുപിടിപ്പിക്കുകയാണ്. നിരന്തരമായി ദൈവവുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന യോനയെ നമ്മളവിടെ കാണുന്നുണ്ട്. യോന ദൈവത്തോട് പറയുകയാണ്, നീ എന്താണ് ചെയ്തത്? അപ്പോൾ ദൈവം യോനയോട് ചോദിക്കുന്നുണ്ട്, യോന, ഇത്രമേൽ ഒരു ചെടിയുടെ പേരിൽ കുപിതനാകാൻ എന്താണുള്ളത്? അപ്പോൾ യോന പറയും, ഇല്ല ദൈവമേ, എനിക്ക് മരണം വരെ കോപിക്കാനായിട്ട് അവകാശമുണ്ട്. അപ്പോൾ ദൈവം യോനയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കേവലം ഒരു വൈകുന്നേരം മുളച്ചുണ്ടായി പിറ്റേ വൈകുന്നേരം നശിക്കുന്ന ഒരു ചെടിയെ ഓർത്ത് നിനക്ക് ഇത്ര അനുകമ്പ തോന്നുന്നുവെങ്കിൽ 1,20,000-ത്തിലധികം ആളുകൾ, ഇടം വലം തിരിയാൻ അറിയാത്ത ഈ ആളുകളെയും അവിടെയുള്ള അസംഖ്യം മൃഗങ്ങളെയും നശിപ്പിക്കാൻ മാത്രം അനുകമ്പയില്ലാത്തവനാണോ ഞാനെന്ന്. അവിടെ യോനായുടെ ജീവിതത്തെ ഈ ചില വേനൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ദൈവം പരുവപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ ഒത്തിരിയേറെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പസ്തോലൻ. ഈ പൗലോസ് അപ്പസ്തോലൻ്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവങ്ങളിലും ക്രിസ്തുവിനെ അവൻ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്ന് ശ്ലീഹ വിവരിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 35-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇതൊക്കെ ഉണ്ടായാലും ഇതൊന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന വേനൽ അനുഭവങ്ങൾ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നില്ല എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയട്ടെ. ഇത്തരം അനുഭവങ്ങളിൽ ഈശോയെ മാറ്റി പുറത്തു നിർത്തുന്നവരല്ല, ഈശോയ്ക്കായിട്ട് എൻ്റെ ഹൃദയവാതിലുകൾ ഞാൻ തുറന്നിടും, ഈശോയെ ഞാൻ അകത്ത് പ്രവേശിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയട്ടെ. ജീവിതത്തിൽ എവിടെ അയക്കപ്പെട്ടാലും അയക്കുന്നവൻ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുണയും ബലവുമായി മാറേണ്ടത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.